Hey guys, welcome back to my channel. Today I am gonna show you Verna Fluidic AC problem ആണ്. അത് evaporator leak ആണ്. അപ്പോൾ അത് ഇളക്കിയിട്ട് ചേഞ്ചിങ് ആണ് ഇന്നത്തെ വീഡിയോയിൽ. പിന്നെ ഒരു പ്രത്യേകത ഉള്ളതെന്ന് പറയുന്നത് ഓട്ടോമാറ്റിക് ഗിയറും കൂടെയാണ്. അപ്പോൾ നമുക്ക് നോക്കിയത് ഇളക്കേണ്ടതുണ്ട്. അതിൻ്റെ ഗിയർ ലെവർ കാര്യങ്ങൾ എല്ലാം ഒന്ന് കെയർ ആയിട്ട് ചെയ്യേണ്ട ഒരു വണ്ടിയാണ്. ഓക്കെ, അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. തുടർന്നും ഇതിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. അപ്പോൾ ഒട്ടും നമുക്ക് താമസിക്കുന്നില്ല, വീഡിയോയിലോട്ട് പോകാം. ലെറ്റ്സ് ഗോ. ഗോയ്സ്, നമ്മുടെ വർക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഇതാണ് വെർണ ഫ്ലൂഡിക്കാണ്. വലിയ പഴക്കമില്ലാത്ത വണ്ടിയാണ്. പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഇവാപ്പറേറ്റർ ലീക്കായി. ഇടയ്ക്കിടയ്ക്ക് അവർ ഗ്യാസ് അടിക്കുന്നുണ്ട്, പക്ഷേ അത് ഇറങ്ങിപ്പോവും. അപ്പോൾ നമുക്ക് ഇതിന്ന് ഡാഷ്ബോർഡ് ഇളക്കിയിട്ട് ഇവാപ്പറേറ്റർ പൊളിച്ച് ചേഞ്ച് ചെയ്യണം. ഇത് ഓട്ടോമാറ്റിക് ഗിയറാണ്. അപ്പോൾ പതുക്കെ ഓരോന്നായിട്ട് നമ്മൾ ഇളക്കാൻ പോവുകയാണ്. ഇത് ഡാഷ്ബോർഡ് ഇളക്കാനുള്ള ശ്രമത്തിലാണ്. ഇപ്പോൾ അതിൻ്റെ കവറൊക്കെ ഇളക്കി മാറ്റി അതിൻ്റെ ഫുള്ള് വയറിംഗ് കിറ്റൊക്കെ ഒതുക്കിയിട്ടാണ് ഡാഷ്ബോർഡ് ഇളക്കേണ്ടത്. അതിൻ്റെ ഗിയർ ലിവറൊക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ട് അതിൻ്റെ ഫുള്ള് സെറ്റ് അസംബ്ലി ഇളക്കി മാറ്റും. പിന്നെ ക്ലസ്റ്റർ മീറ്റർ ഇളക്കും. ഫുള്ള് പതുക്കെ ഇളക്കി മാറ്റേണ്ടതാണ്. വെർണ ഫ്ലൂഡിക്കാണിത്. ഇനി ഇത് അടുത്തത് ഞാനിത് കുറച്ച് അകമൊക്കെ ഇളക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫ്രണ്ടിൽ 2 പൈപ്പ് വരുന്നുണ്ട്. നമുക്ക് ഹീറ്ററിൻ്റെ ലൈനുണ്ട്, വെള്ളത്തിൻ്റെ റേഡിയേറ്ററിൻ്റെ വെള്ളം. പിന്നെ അതിൻ്റെ ഗ്യാസിൻ്റെ ലൈനുണ്ട്. ആ 2 ലൈനുമാണ് കാണുന്നത്. ഗ്രീൻ കളർ കാണുന്നത് ഹീറ്ററിൻ്റെതും അടുത്ത ലൈന് കാണുന്നത് ഗ്യാസ് അകത്തോട്ട് പോകുന്നതും ആണ്. അപ്പോൾ അത് 2 നമ്മൾ ഇളക്കി വിട്ടിട്ടുണ്ട്. ഫസ്റ്റ് അവിടെ പകുതി പൊളിച്ചതിന് ശേഷമാണ് ഇത് ഇളക്കിയത്. ആദ്യം ഇത് ഇളക്കേണ്ടതാണ്. ആദ്യം ഫസ്റ്റ് വർക്ക് സ്റ്റാർട്ട് ചെയ്യണം, അകത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് ഇളക്കും. അപ്പോൾ അത് ഇളക്കി കഴിഞ്ഞു. ഇളക്കിയിട്ട് ഇനി അകത്ത് പോയിട്ട് പതുക്കെ ബാക്കിയുള്ളതും കൂടെ ചെയ്യാനുണ്ട്. ഒരുപാട് വയറിംഗ് ഉണ്ട്. ഇത് വയറിങ് പതുക്കെ ഒതുക്കി, അതായത് ഗിയറിൻ്റെ ആ ഒരു ഇതാണ്, ടോപ്പിലെ കവറാണ്, അതും ഇളക്കി മാറ്റേണ്ടതുണ്ട്. ലാസ്റ്റ് അത് ഫുൾ അസംബ്ലി സെറ്റ് ഇളക്കി ഞാൻ മാറ്റും. അപ്പോൾ ഇത്രയും ഒന്ന് ഒതുക്കിയതാണ് ഫസ്റ്റ്. അത് ഒതുക്കി കഴിഞ്ഞിട്ട് ഓരോന്നായിട്ട് ഇനി ക്ലസ്റ്റർ മറ്റുള്ള സാധനങ്ങളെല്ലാം ഇളക്കി മാറ്റി പതുക്കെ ഡാഷ്ബോർഡിനെ മറിക്കും. ഇതാണ് എൻ്റെ വയറിങ്. ഇത് പവർ സ്റ്റിയറിങ്ങിൻ്റെ മോട്ടറാണ്. ഇത് ഇളക്കി കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ഓട്ടോമാറ്റിക് ഗിയറിൻ്റെ കമ്പ്യൂട്ടർ കാണിച്ചു തരാം. ECM എന്ന് പറയും. സെപ്പറേറ്റ് ആണ് ഇതിന് വെച്ചിരിക്കുന്നത്. ഗിയർ കൺട്രോൾ ചെയ്യാനായിട്ടൊരു ECM അകത്ത് വെച്ചിട്ടുണ്ട്. ഗിയറിന് എന്തെങ്കിലും ജെർക്കിങ് ഫോൾട്ടുകളൊക്കെ വന്നു കഴിഞ്ഞാൽ ആ ECM, അതായതാണ് ആ ECM. ഗിയറിൻ്റെ സെപ്പറേറ്റ് ECM ആണിത്. പിന്നെ സെപ്പറേറ്റ് പ്രോഗ്രാമിങ്ങും ഡാറ്റ ഫയലൊക്കെ ഇതിനുണ്ട്. അത് നോക്കിയിട്ടാണ് അത് ഡ്രൈവ് ചെയ്യുന്നത്. എന്തെങ്കിലും ഇൻറ്റർണൽ ഫോൾട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് സെപ്പറേറ്റ് സ്കാനിങ് ചെയ്യാൻ പറ്റും. അടുത്തതായിരിക്കുന്നത് SRSൻ്റെ മോഡ്യൂളാണ്. ഇത് ആക്സിഡൻ്റ് ആയിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഫയൽ നഷ്ടമാവും. പിന്നെ നമ്മൾ അടുത്തത് പ്രോഗ്രാം ചെയ്ത് വെക്കാനും പറ്റും. ക്രാക്ക് ഫയൽ വേറെ ഇടാൻ പറ്റും. പിന്നെ വേറെത് ഇത് ചേഞ്ച് ചെയ്യണം. അങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് ഗിയറിൻ്റെ ലിവറാണിത്. ഈ ഗിയർ ലിവർ ഇളക്കി മാറ്റിയിട്ട് നമുക്ക് ഈ ഫുൾ സെറ്റ് ഇളക്കി മാറ്റാം. പക്ഷെ ഇത്തിരി പ്രോബ്ലം ഉണ്ടായത്, അതിൻ്റെ ബുഷെല്ലാം ഡാമേജ് ആയിട്ടുണ്ട്. ചേഞ്ച് ചെയ്യേണ്ടതാണ്. ഇപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ടത്. അല്ലെങ്കിൽ ആ കേബിൾ സെറ്റ് അസംബ്ലി മാറ്റണം. എലി ഒന്ന് ചെറുതായിട്ട് കറണ്ടിയിട്ടുണ്ട് ഗോയ്സ്. എല്ലായിടത്തും എലി കയറുന്ന പ്രോബ്ലം ഉണ്ട്. എലി കയറി ഒന്ന് കറണ്ടി ചെറുതായിട്ട്, വേറെ പ്രോബ്ലം ഒന്നുമില്ല. കറണ്ടിയിട്ട് ആശാൻ ഇറങ്ങിപ്പോയി. ഇത് വെള്ളത്തിൻ്റെ ലൈനാണ്, ഔട്ട് സൈഡ് ഡ്രൈനേജ്. പിന്നെ ആ സെറ്റിൻ്റെ സ്റ്റീരിയോയുടെ ലൈൻ അവിടെ ഇളക്കി വിട്ടു. കുറച്ച് സാധനങ്ങൾ ബാക്കിലോട്ട് വെച്ചിട്ടുണ്ട്. നോക്കിയിട്ട് സ്റ്റെപ്പായിട്ട് പതുക്കെ ഓരോന്നായിട്ട് ചെയ്യും. ഗോയ്സ്, ഒരുവിധപ്പെട്ട എല്ലാ വർക്കും ഞാൻ ചെയ്യുന്നതാണ്. കമ്പ്യൂട്ടർ സ്കാനിങ്, ഇലക്ട്രിക്കൽ വർക്ക്, AC വർക്ക്, ഇന്ന വണ്ടിയിൽ നിന്നുള്ള എല്ലാ വർക്കും ഞാൻ ഇളക്കി ഡാഷ്ബോർഡിൽ ഇളക്കിയും എന്ത് കംപ്ലൈൻ്റ് ആണെങ്കിലും കണ്ടുപിടിക്കുന്നതാണ്. ഒരുവിധപ്പെട്ട എല്ലാ വണ്ടികളും ഞാൻ ചെയ്യും. അപ്പോൾ ഇഷ്ടപ്പെട്ട് ഞാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, ഇത് ഫുള്ള് ഫ്യൂസ് ബോക്സിൻ്റെ ലൈനാണിത്. സെപ്പറേറ്റ് തരം തിരിച്ച് ഒതുക്കി വെച്ചിട്ടുമാണ് ഇളക്കേണ്ടത്. അല്ലെങ്കിൽ എല്ലാം കൂടെ കയറി ഉടക്ക് ഇളക്കിയെടുക്കാൻ നേരത്ത്. ഇത് സ്റ്റിയറിങ്ങിൻ്റെ ലൈനായിരുന്നു ഫുള്ള്. സ്റ്റിയറിങ്ങൊക്കെ ഇളക്കി ഞാൻ താഴ്ത്തിയിട്ടേക്കാണ്. അതിൻ്റെ ക്ലസ്റ്റർ മീറ്റർ. ഇപ്പോൾ ഡാഷ്ബോർഡ് ഒന്ന് ഇളക്കി മറിച്ചിട്ടുണ്ട്. അതിൻ്റെ മൊഡ്യൂൾസാണിത്. നമുക്കിതിൻ്റെ ബാക്കിൽ നിന്ന് ഇതിൻ്റെ എവാപ്പറേറ്റർ കോയിൽ ഇളക്കിയെടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ഡാഷ്ബോർഡ് ഇളക്കിയിട്ട് അതിൻ്റെ ചുറ്റാകുള്ള സ്ക്രൂ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ബ്ലോവർ സൈഡിൽ ഇരിപ്പുണ്ട്.
ഫുള്ളും സൈഡിലും മൊത്തം സ്ക്രൂ ഇട്ട് നല്ല സീറ്റിംഗ് ആക്കി വെച്ചിട്ടുണ്ട്, വാട്ടർ ലീക്കേജ് ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി. നമ്മൾ ഫുള്ള് ചുറ്റാകുള്ള സ്ക്രൂ ഫസ്റ്റ് ഇളക്കിയെടുക്കുക. ഡാഷ്ബോർഡ് ഇളക്കി പതുക്കെ സീറ്റിൽ വെച്ചു. എന്നിട്ട് ചുറ്റാകെയുള്ള സ്ക്രൂ പതുക്കെ ഇളക്കിയെടുത്തിട്ട് അതിൻ്റെ അകത്തുനിന്ന് കൂളിംഗ് കോയിൽ പതുക്കെ ഇളക്കിയെടുക്കും. അങ്ങനെയാണ് ഇത് ഇളക്കിയെടുക്കുന്നത്. ഫുള്ള് കെയറായിട്ട് സീറ്റിൽ വെച്ചിട്ടുണ്ട്. ഫുള്ള് ക്രാക്കൊന്നും ആവാണ്ട് പതുക്കെ വെച്ചിട്ടാണ് ഇളക്കുന്നത്. വളരെ കെയറായിട്ട് ചെയ്യേണ്ട ഒരു വർക്കാണ്. ഗ്ലാസ് ഇരിപ്പുണ്ട്, ഗ്ലാസ്സിൽ തട്ടാണ്ട് ഇളക്കിയെടുക്കണം. ഒരുപാട് റിസ്ക് എടുത്താണ് ഇത് ചെയ്യുന്നത്. ഈസി അല്ല, കണ്ടാൽ ഈസി ആയിട്ടൊക്കെ തോന്നും, പക്ഷേ എനിക്ക് ഇത്തിരി പ്രയാസപ്പെട്ടിട്ടാണ് ഇളക്കുന്നത്. കവർ ഇളക്കിയെടുത്തു. അതിൻ്റെ അകത്തു നിന്നാണ് കൂളിംഗ് കോയിൽ ഇളക്കിയെടുക്കേണ്ടത്. പതുക്കെ വലിച്ചെടുക്കുക. അതിൻ്റെ തെർമോസ്റ്റാറ്റ് അവിടെ ഇരിപ്പുണ്ട്, അത് തട്ടാണ്ട് സേഫായിട്ട് എടുക്കുക. ഇത് ലീക്കാണിത്, വലിയ ലീക്കാണിത്. പതുക്കെ ഇളക്കിയെടുത്തത് മാറും. അങ്ങനെയാണ് ഇത് ഫുൾ ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇവാപറേറ്റർ ഇളക്കി എടുത്തിട്ടുണ്ട് പുറത്തോട്ട്. ഇത് ഓയിലൊന്നും അടിച്ചത് കാണാൻ പറ്റില്ല, ഫുള്ള് ലീക്കാണ്. അതായത് അടിച്ച വാക്കിൽ തന്നെ ഒരു 2-3 ദിവസം കഴിയുമ്പോൾ ടടലിൽ ഇറങ്ങി പോവുകയാണ്. പതുക്കെ അടിച്ചെങ്കിൽ മാത്രമേ ഇത് ഓയിലായിട്ടൊക്കെ വരുള്ളൂ. അപ്പോൾ ഒറ്റയടിക്ക് ഇറങ്ങിപ്പോയ വലിയ ലീക്കാണിത്. ദ്രവിച്ചു പോയേണ്ട, ആ സൈഡ് അത്രയും ദ്രവിച്ചു പോയിട്ടുണ്ട്. ഇപ്പം പുതിയ എവാപറേറ്റർ നമ്മൾ മേടിച്ചിട്ടുണ്ട്, സെയിം സാധനമാണ്, അതേപോലെ തന്നെ ഒരു മാറ്റവും ഇല്ലാത്ത ഒരു സാധനമാണ്. അപ്പോൾ നമുക്ക് ഇത് ഫിറ്റ് ചെയ്യണത്, ഇത് പതുക്കെ അതിൻ്റെ അകത്തിട്ട് ഫിറ്റ് ചെയ്യണം. സെയിമാണ്, ഒരു മാറ്റവും ഇല്ല. ഇത് പതുക്കെ ആ ബോക്സിനകത്ത് ഫിറ്റ് ചെയ്യേണ്ടതാണ്. ഇനി നെക്സ്റ്റ് ഒരു മാറ്റവും ഇല്ലാത്ത സാധനമാണ്, സെയിം അതേപോലെ തന്നെയാണ്. ക്യാപ്പൊക്കെ ഇളക്കി നമുക്ക് അതിൻ്റെ ഓറിങ്ങൊക്കെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഈ ബോക്സിനകത്ത് ഇനി ഫിറ്റ് ചെയ്യണം. അതിൻ്റെ റെസിസ്റ്റർ ഇരിപ്പുണ്ട്, ബ്ലോവറിൻ്റെ ഇത് തെർമോസ്റ്റാറ്റ്, ഇതെൻ്റെ സോക്കറ്റ്. അപ്പോൾ അതൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് ഫിറ്റ് ചെയ്യണം. ഒരു പാടാണ് ഇടാനൊക്കെ, അതിൻ്റെ കവറൊക്കെ ഫിറ്റ് ചെയ്യാനൊക്കെ. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പതുക്കെ അതിൻ്റെ അകത്തിട്ട് ഫിറ്റ് ചെയ്യണം. ഇപ്പോൾ നമ്മളതിൻ്റെ അകത്ത് ആക്കിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ കാണിച്ച ഗിയറിൻ്റെ കമ്പ്യൂട്ടറാണിത്. അതിൻ്റെ സ്പോഞ്ച് അതിൻ്റെ സൈഡിൽ കൂടെയാണ് ഈ പൈപ്പിൻ്റെ ലൈനൊക്കെ ഇറങ്ങുന്നത്. സ്റ്റിയറിങ് ഇളക്കി സൈഡിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ ചുറ്റാകെയുള്ള ഈ സ്ക്രൂകൾ മൊത്തം ടൈറ്റ് ചെയ്യണം, നല്ല സീറ്റിംഗ് ആക്കി വെച്ചിട്ട്. നെക്സ്റ്റ് പരിപാടി ഏതാണ്, ഫുള്ള് സീറ്റിംഗ് ആക്കി. വെർണ ഫ്ലൂഡിക്കാണിത്, ഹുണ്ടായിയുടെ വെർണ ഫ്ലൂഡിക്. ഫുള്ള് സാധനങ്ങൾ ഇതിൻ്റെ അകത്തുനിന്ന് എടുത്ത് ഇപ്പോൾ ഞാൻ കുറച്ചൊക്കെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഒറ്റയടിക്ക് എനിക്ക് എല്ലാം പിടിക്കാൻ പറ്റിയില്ല. കുറേശ്ശെ ഞാൻ തന്നെ വീഡിയോ എടുക്കണം, ഞാൻ തന്നെ ഫിറ്റിങ് ചെയ്യണം. അതിൻ്റെ ഗിയറിൻ്റെ ലിവറൊക്കെ ഫിറ്റ് ചെയ്ത് അതിൻ്റെ കേബിളൊക്കെ കണക്ട് ചെയ്ത്, പിന്നെ അതിൻ്റെ കുറച്ച് പണിയും കൂടെ ബാക്കിയുണ്ട്. കവറ് സ്റ്റിയറിങ് എടുത്ത് ഫിറ്റ് ചെയ്തു, അതിൻ്റെ കണക്ഷൻസ് മൊത്തം കൊടുത്തു. സ്റ്റെപ്പായിട്ട് ഞാൻ പതുക്കെ ഓരോന്നായിട്ട് ചെയ്യുകയാണ്. എല്ലാം ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. ഒരു കൈയിൽ ക്യാമറ, ഒരു കൈ കൊണ്ട് വർക്കും ചെയ്യണം. അതാണ് എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. അത് ക്ലസ്റ്റർ മീറ്ററിൻ്റെ കവറാണ്. പതുക്കെ അതിൻ്റെ അകത്ത് വെച്ച് ഒരു കൈ കൊണ്ട് ചെയ്യുന്നുണ്ടുള്ള ആ ഒരു ബുദ്ധിമുട്ടാണ് ഗോയ്സ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഒരു കയ്യിൽ ക്യാമറ ഇരിക്കുകയാണ്, മൊബൈൽ വെച്ചിട്ട് അപ്പോൾ ഫിറ്റ് ചെയ്യാനൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ട്. എന്നാലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു വയർ അതിൻ്റെ അകത്താണ്, അത് പതുക്കെ എടുത്ത് അതിൻ്റെ മീറ്റർ ട്രിപ്പ് ചെയ്യുന്നതിൻ്റെ സ്വിച്ചാണിത്, അതിൽ കണക്ട് ചെയ്യണം. അതിൽ കണക്ട് ചെയ്തു. എന്നിട്ട് ഇത് പ്രസ്സിങ് ആണ്, ഫുള്ള് ലോക്കാണ്, സൈഡ് മൊത്തം ലോക്കാണ്. ലോക്ക് ചെയ്തിട്ട് അങ്ങ് പ്രസ് കൊടുത്താൽ മതി. എല്ലാം സീറ്റ് ചെയ്ത് വെച്ചിട്ടങ്ങ് പ്രസ് കൊടുത്തു കഴിഞ്ഞാൽ ലോക്കാവും. വേറൊന്നുമില്ല, ചില കാര്യങ്ങൾ മാത്രം ഒന്ന് കെയറായിട്ട്. ഇത് ഇളക്കുമ്പോഴത്തേക്ക് പൊട്ടിക്കാണ്ട് എല്ലാം നോക്കി ഇളക്കണം. അത് ഇളക്കുന്നവർക്കറിയാം അത് എവിടെ നിന്നാണ് എങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ അത് വരുമെന്നുള്ളത്.
മനസ്സിലാവും. അല്ലാണ്ട് റോങ് ആയിട്ടൊക്കെ ഇട്ട് കുത്തി കഴിഞ്ഞാൽ ഇളയിപ്പെല്ലാം പൊട്ടി. എല്ലാം പ്ലാസ്റ്റിക്കാണ്, പ്ലാസ്റ്റിക് ലോക്കുകളാണ്, എല്ലാം ഒടിഞ്ഞു പോകും. നമ്മളതാണ്ട് പ്രസ് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ അങ്ങ് ലോക്കാവും. കറക്റ്റ് വെച്ചിട്ട് പ്രസ് ചെയ്താൽ ലോക്കാവും. അതുപോലെ തന്നെ ഇളക്കുന്നത്. അപ്പോൾ അത് ലോക്കായി, അത് കഴിഞ്ഞ് ഒറ്റ പ്രസ്സിങ്ങിനെ ലോക്കാണ്. കറക്റ്റ് പോയിന്റിലെല്ലാം ലോക്ക് വെച്ചിട്ട് ഒറ്റ പ്രസ്, ഇപ്പോൾ തന്നെ ലോക്കാവും. ലോക്കായി, ഗ്യാപ്പൊന്നും ഉണ്ടാവില്ല. ഇനി എനിക്ക് കുറച്ച് പണിയെന്നുണ്ട്. വയറിംഗ് ഒക്കെ സൈഡൊക്കെ ഒന്ന് ഒതുക്കാനുണ്ട്. ഒരുവിധപ്പെട്ട എല്ലാ വയറിങ്ങും പിടിച്ച് കൊടുത്തു. എന്നിട്ട് ഗിയറിൻ്റെ കവറുകൾ അത് ഫിറ്റ് ചെയ്തു. ഇനി അവിടെ 2 10-ൻ്റെ ബോൾട്ടുണ്ട്, അത് ടൈറ്റ് ചെയ്യാനുണ്ട്. ഫൈനൽ ഇത് ഫിറ്റ് ചെയ്യണം. അതിൻ്റെ അകത്തൊക്കെ സ്ക്രൂ ഇടാനുണ്ട്. വയറൊക്കെ പിടിച്ച് കൊടുത്തിട്ട് ആ സ്ക്രൂ ഇടാനുണ്ട്. ഇവിടെ ഒരു സ്വിച്ചിൻ്റെ ലൈൻ കൊടുക്കാനുണ്ട്. രാത്രി ആകുമ്പോഴത്തേക്ക് ലൈറ്റ് കാണുന്ന ഒരിതാണ്. അവിടെ ഒരു ലൈറ്റ് ഉണ്ട്. ആ പ്രഷറാ ഡ്രൈവ്, റിവേഴ്സ്, 1 2 3 എന്നുള്ളത് ഒരു ഡിസ്പ്ലേ വരും നൈറ്റിൽ. അതിനൊരു 2 സർക്യൂട്ട് അവിടെ വരുന്നുണ്ട്. അപ്പോൾ അത് പിടിച്ച് കൊടുക്കാനുണ്ട്. ഒരു കൈ കൊണ്ട് പിടിച്ച് കൊടുക്കണതിൻ്റെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് ചെയ്യണം. ഇതിപ്പോൾ എനിക്ക് കവർ പ്രസ് ചെയ്ത് വെക്കാൻ പറ്റില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിലൊരു കവർ ഫിറ്റ് ചെയ്യാനുണ്ട്. അത് ഫിറ്റ് ചെയ്ത് ഫൈനൽ ചെയ്തതിന് ശേഷമേ ഇതെനിക്ക് പ്രസ് ചെയ്ത് വെക്കാൻ പറ്റും. ഇപ്പോൾ കണക്ഷൻ കൊടുത്ത് ഞാൻ അവിടെ ഇട്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഇവിടെ ഒരു കവർ ഫിറ്റ് ചെയ്യാനുണ്ട്. ഇതിൻ്റെ അകത്തൊരു 2 10-ൻ്റെ ഒരു ബോൾട്ടുണ്ട്. അത് ഇട്ടിട്ട് വേണം. പിന്നെ അതിൻ്റെ അകത്തൊരു സെറർ ലൈറ്ററിൻ്റെ ഒരു ലൈനുണ്ട്, അത് ഫിറ്റ് ചെയ്യണം. വെർണ ഫ്ലൂഡിക്കാണ് വണ്ടി. ഇവാപറേറ്റർ ചേഞ്ച് ചെയ്യുന്നതിൻ്റെ പാടാണിത് ഈ കാണുന്നത്. ഹുണ്ടായി കമ്പനിക്കാരും ഇത് തന്നെയാണ് ചെയ്യുന്നത്, നമ്മളും ഇത് തന്നെയാണ് ചെയ്യുന്നത്. 2 പേരും ഒരേപോലെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. പ്രത്യേകതകളൊന്നുമില്ല. അവർക്ക് കോസ്റ്റ് കൂടുതലാകും, സർവീസ് ചാർജ്. നമുക്ക് ഇത്തിരി കുറവായിരിക്കും. വർക്കുകളെല്ലാം നോക്കി ചെയ്ത് കഴിഞ്ഞാൽ അതേനേക്കാട്ടി പെർഫെക്റ്റായിട്ട് ചെയ്യാൻ പറ്റും. ഒരു ക്രാക്കോ ഒരു ബ്രോക്കൺ ആവുന്നതോ ഒന്നും ഉണ്ടാവില്ല. എല്ലാം ക്ലിയർ ആയിരിക്കും. നോക്കി ഇളക്കണമെന്ന് മാത്രമേ ഉള്ളൂ. i20യും ഇതും എല്ലാം സെയിം തന്നെയാണ്. i20ക്കും ഒരുപാട് പ്രോബ്ലംസ് വരുന്നുണ്ട്. ഇതുപോലെ ഇവാപറേറ്റർ കൂളിംഗ് കോയിൽ ലീക്ക് വരുന്നുണ്ട്. ഹുണ്ടായുടെ വണ്ടികളെല്ലാം ഇത് തന്നെയാണ് കുഴപ്പം. മാരുതി അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ലീക്കാണ് കൂളിംഗ് കോയിലൊക്കെ. പുത്തൻ വണ്ടിയാണ്, ഫുള്ള് ലീക്കാവുന്നത്. ഫുള്ള് ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ഈ വെർണ ഫ്ലോഡിക്ക്. ഒന്നും മാനുവലായിട്ടൊന്നുമില്ല, എല്ലാം ഓട്ടോമാറ്റിക്കാണ്. AC-യുടെ സിസ്റ്റം തന്നെ ഫുൾ ഓട്ടോമാറ്റിക്കാണ്. അത് ഓട്ടോമാറ്റിക് ഗിയറും ഓട്ടോമാറ്റിക്കാണ്. ഒന്നും മാനുവലായിട്ടില്ല. ഈ വണ്ടി നല്ല വണ്ടിയാണ്, വെർണ ഫ്ലോഡിക്. പിന്നെ ഉള്ളത് വണ്ടി ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തു. ഒന്ന് ചെക്ക് ചെയ്യാനുണ്ട് എല്ലാം. RPM കറക്റ്റ്, ഫുള്ള് കാര്യങ്ങളെല്ലാം ഓക്കെയാണ്, എല്ലാം പക്കയാണ്. ഒരു പ്രോബ്ലം ഇല്ല. എല്ലാം അതേപോലെ ഫസ്റ്റ് ഇളക്കുന്നതിന് മുന്നേ എങ്ങനെയാണോ അതേപോലെ തന്നെ വേണം. ഡാഷ് ഇളക്കിയെന്ന് പോലും നോക്കിയാൽ മനസ്സിലാവില്ല. അത്രയ്ക്ക് ക്രാക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. വളരെ പെർഫെക്റ്റായിട്ടാണ് ചെയ്തിരിക്കുന്നത്, വളരെ കെയറായിട്ട്. കുത്തി ഇളക്കുന്ന പാടുകളോ ഡാഷിലൊരു മാർക്കോ ഒന്നും ഉണ്ടാവില്ല. ക്ലിയർ ആയിരിക്കും, ഗ്യാരൻറ്റഡാണ്. ഞാൻ ഇത്രയും കെയറായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഗോയ്സ്, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ സബ്സ്ക്രൈബ് ചെയ്യുന്ന അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.